ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നാറുണ്ട്. കാരണം പലരും എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചേച്ചി പറഞ്ഞു തന്ന അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തു, ബ്ലൗസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട്, കുഞ്ഞറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 32 മുതൽ 55 സൈസ് വരെയുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രോസ് പീസ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്രോസ് പീസ് ബ്ലൗസ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ബ്ലൗസ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. 34 സൈസുള്ള ബ്ലൗസാണ് കട്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ്, ചെസ്റ്റിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞത് 34 എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ ടേപ്പ് ഇങ്ങനെ വെക്കുക. നമ്മുടെ ഈ ഹുക്ക് ഇടുന്ന പോർഷൻ വരുന്നത്, ഈ ഹുക്ക് ഇടുന്ന പോർഷൻ നമ്മൾ ആഡ് ചെയ്തിട്ട് അളന്നെടുക്കരുത്. അത് വിട്ടിട്ട് വേണം നമ്മൾ അളന്നെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ആം ഹോൾ ഉണ്ടല്ലോ, ഈ ആം ഹോളിൻ്റെ അവിടെ വരെയുള്ളത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് നോക്കുക. കണ്ടോ, ഇതിപ്പോൾ 9.25 വന്നുണ്ടോ? ഇതേപോലെ നമ്മൾ നമ്മുടെ ഈ ബാക്ക് സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇതേപോലെ നമുക്ക് നല്ല ഡീപ്പ് നെക്കൊക്കെയാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനായിട്ട് ഇതിനാദ്യം നന്നായിട്ടിങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ പിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ നിന്ന് നെക്കൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ആ അളവെടുക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ആം ഹോളിൻ്റെ അടുത്തുനിന്ന് ഇതേപോലെ പിടിച്ച് അളവെടുത്ത് നോക്കുക എത്രയാണ് വരുന്നതെന്നുള്ളത്. ഇതിങ്ങനെ എത്രത്തോളം നമ്മളിങ്ങനെ വരയ്ക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് ഇതിങ്ങനെ വരിഞ്ഞ് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിങ്ങനെ ഓപ്പണായിട്ടിരിക്കുകയാണല്ലോ, ഇവിടെ ഇത്ര ഇറങ്ങി വരുന്ന കഴുത്താണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് ഇതിങ്ങനെ ആയിപ്പോവും. അപ്പോൾ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ടിട്ടിട്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കാം. ഇതിപ്പോൾ കണ്ടോ 19.5 എനിക്കിവിടെ കിട്ടിയേക്കുന്നത്. ഒരുപാട് വലിക്കുകയോ എന്നാൽ ഒരുപാട് ഇങ്ങനെയും വെച്ചിട്ട് എടുക്കരുത്. അതായത് ഇങ്ങോട്ടും ആയി പോകരുത്, ഇതിങ്ങനെ ഓപ്പണും ആയി പോകരുത്. അല്ലാതെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഓരോ പോർഷൻ എടുക്കുന്നത്, ഫ്രണ്ടിൻ്റെ ഈ ഒരു പോർഷൻ എടുക്കുന്നത് എഴുതി വയ്ക്കുക, ബാക്കിൻ്റെ എടുക്കുന്നത് വീണ്ടും എഴുതി വയ്ക്കുക, ഇവിടെ എടുക്കുന്നതും അതേപോലെ തന്നെ എഴുതി വയ്ക്കുക. നമ്മുടെ ഈ ഹുക്ക് വരുന്നുണ്ടല്ലോ, ഈ ഹുക്ക് വരുന്ന പോർഷൻ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. മറ്റേ പോർഷൻ നമ്മൾ ആഡ് ചെയ്യരുത്. ഇതും ഇതേപോലെ തന്നെ എടുക്കുക. ഇവിടെ 9.25 വന്നിട്ടുണ്ട്. എനിക്കിത് ടോട്ടൽ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 38 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 38 -4 ചെയ്യണം. അപ്പം നമുക്ക് 34 കിട്ടും. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ആരുടെയാണോ ആ ബ്ലൗസിൻ്റെ ആളുടെ ചെസ്റ്റിൻ്റെ എന്ന് പറയുന്നത് 34 ആണ്. അപ്പോൾ ഈ 34 വെച്ചിട്ട് വേണം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ടും നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ 34 എന്ന് പറയുന്ന ഈ ഒരു സൈസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ 34 ഇതേപോലെ മൈനസ് ചെയ്തെടുക്കുക. ഇനി വേറെ ഒന്നും ഹരിക്കുക, ഗുണിക്കുക, കൂട്ടുക, കുറയ്ക്കുക ഒന്നും ചെയ്യേണ്ട. ഇത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഈ 34 വെച്ചിട്ടാണ് ഞാനിവിടെ ഷോൾഡറും ആം ഹോളും നമ്മുടെ സ്ലീവും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കാം. ഇവിടെ ഷോൾഡറിന് ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ കഴുത്തിൻ്റെ പോർഷൻ വരുന്ന അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ലെങ്ത്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ 13.25 ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. കണ്ടോ, കറക്റ്റ് 13.25 നമുക്ക് ലെങ്ത്ത്. തയ്യൽ തുമ്പ് കൂട്ടാതെയുള്ള ലെങ്ത്താണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 13.25 നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ താഴെ മടക്കി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച്, അപ്പോൾ 14.25. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച്, അപ്പോൾ 14.25. കണ്ടോ, അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, നമ്മുടെ ഷോൾഡറാണ് വേണ്ടത്. അപ്പോൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതും നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ നമ്മുടെ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ നേരെ
ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 5.5 ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. നേരെ താഴോട്ട് 5.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ വരച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെ അങ്ങ് വരച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ നമ്മളൊരു കോളം വരച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ ഈ 38ൻ്റെ 4/4 ഭാഗം, 38 എന്ന് പറയുന്നത് ആ ഫുള്ള്, ഈ ബ്ലൗസിൻ്റെ ഫുള്ള് വരുന്നതാണല്ലോ 38. അപ്പോൾ ഇതിനെ നമ്മൾ ഈ 2 പോർഷനും ബാക്കിന് നമ്മളിങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മടക്കിയിട്ട് ഈ 2 പോർഷനും, അപ്പോൾ 4 പോർഷനാണിത്. അപ്പോൾ നമ്മളത് 4ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. 38നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 38നെ 4 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടേപ്പ് 38 കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ ടേപ്പിൻ്റെ ഇതുണ്ടല്ലോ, ഇത് കറക്റ്റാണ് 38 കൊണ്ടുവന്ന് വയ്ക്കുക. ഇപ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 38ൻ്റെ പകുതിയാണ് നമുക്ക് കിട്ടുന്നത്, 19. വീണ്ടും എന്ത് ചെയ്യുക, ഈ ടേപ്പിനെ വീണ്ടും ഒന്ന് മടക്കുക, 19 കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അങ്ങ് വയ്ക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 9.5 കിട്ടും. കണ്ടോ, കറക്റ്റ് 9.5 നമുക്കിവിടെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 9.5 എനിക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെൻ്റെ കറക്റ്റ് വണ്ണമാണ്, എനിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട വണ്ണമാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് 1.5 ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴും ആരോ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എക്സ്ട്രാ 4 ഇഞ്ച് കൊടുത്തതിന് ശേഷം, അതായത് 34ൻ്റെ കൂടെ നമ്മൾ 38ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തല്ലോ 4. അപ്പോൾ 34 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ വീണ്ടും 4 ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് 38 കിട്ടുന്നത്. അത് ആഡ് ചെയ്തിട്ട് വീണ്ടും സീം അലവൻസ് കൊടുക്കണോ എന്ന് ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് 38 ആണ് ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ. അതിൽ നിന്ന് നമ്മൾ 4 കുറച്ചിട്ടാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ണം എന്ന് പറയുന്നത് 38 തന്നെയാണ്. അതിനെ ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സീം അലവൻസ് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിവിടെ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരയുടെ വണ്ണം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൽ നിന്ന് നേരത്തെ ഞാൻ ആ ഷോൾഡർ മേളിൽ കാണിച്ചു തന്നില്ലേ, അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ വിട്ടിട്ട് തന്നെ വേണം താഴെ എടുക്കാനായിട്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ 30.4 വരുന്നത്. അപ്പം നമ്മളിവിടെ 7.5 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല, ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഷോൾഡറിൻ്റെ ഉള്ള സ്ലോപ്പ് കൊടുക്കാം. നെക്ക് ജസ്റ്റ് ഞാനിവിടെ വരയ്ക്കുന്നേ ഉള്ളൂ, കാരണം ഇതൊരു ഡിസൈൻ ആയിട്ട് ചെയ്യേണ്ട ഒരു ബാക്ക് ബ്ലൗസാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ അകലം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഷോൾഡർ ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ കട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പീസ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടും എടുത്തേക്കുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു, ഈ മെറ്റീരിയലിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മൾ ബാക്ക് കട്ട് ചെയ്തത്. ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. നീളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നീളത്തിൽ തന്നെ വേണം നിങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാനെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നീളമാണ് കണ്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് വലിയത്തില്ല. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് വട്ടമാണ് കേട്ടോ. ഇത് ചെറിയതായിട്ടൊന്ന് സ്ട്രെച്ച് ആവും, അതാണ് വട്ടം. എന്നാൽ ക്രോസ് പോലെ ഒരുപാട് അങ്ങ് വലിയതെന്നല്ല, ചെറുതായിട്ടൊന്ന് വലിയും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നീളത്തിൽ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക്
സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട്, ഇത് ലൈനിങ് ബ്ലൗസാണ്, അതുകൊണ്ട് അരയിഞ്ച് തയ്യൽ തുമ്പ് താഴെയും അരയിഞ്ച് മുകളിലും കൂടി കൊടുത്തിട്ട് 10 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 10 ഇഞ്ച് ഞാനിവിടെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ പോയി കണ്ടു നോക്കട്ടെ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും അതിൽ ക്ലിയർ ആവുന്നതായിരിക്കും. നമ്മുടെ ചെസ്റ്റ് സൈസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കട്ടോ. ഞാനിവിടെ എൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഷേപ്പ് കൊടുക്കാം. 34 ആയതുകൊണ്ട് 3.4 ആണ്. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടേപ്പിന് ഇതേപോലെ വയ്ക്കുക. ഞാനിവിടെ 7.5 മാർക്ക് ചെയ്ത് കൊടുത്തു. എനിക്ക് വരുന്നത് 6.25 കറക്റ്റായിട്ട് എനിക്ക് 6.25 കിട്ടിയിട്ടുണ്ട്. ഈ 7.5 ഇതേപോലൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഞാൻ എൻ്റെ ചെസ്റ്റ് അളവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പഫ് സ്ലീവാണ് വേണ്ടത്. ഞാൻ മുകളിലോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. തിരിച്ചൊരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ വരച്ച ആ ലൈനിലോട്ട് ഇങ്ങനെ അങ്ങൊന്ന് മുട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഫ്രണ്ടിനുള്ള ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ചും കൂടി ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പഫ് സ്ലീവിൻ്റെ ആണെങ്കിലും നോർമൽ സ്ലീവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് താഴത്തെ വണ്ണം വരുന്നത് 5.5 ആണ്. 1.5 ഇഞ്ച് ഞാൻ ഇവിടെയും സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ എല്ലാത്തിലും പറയുന്നതാണ്. ഇതേപോലെ നമ്മൾ മാർക്കിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് അതേപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ആ ഫ്രണ്ട് പോർഷനൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല കണ്ടോ, ചെറുതായിട്ടാണ് കളഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്ലീവിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കറക്റ്റ് 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. നമ്മൾ നേരത്തെ ഒരു സൈഡിൽ സ്ലീവും ഒരു സൈഡിൽ ബാക്കും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ. അപ്പോൾ സെൻറ്ററിൽ വരുന്ന പോർഷനിലാണ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. നമ്മുടെ ബാക്ക് പീസാണ് എടുത്തിട്ടേക്കുന്നത്. നമ്മൾ നോർമലി ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. കറക്റ്റ് സ്ട്രെയിറ്റ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. ക്രോസ് എന്ന് പറയുമ്പോൾ ഇതാണ് ക്രോസ്. അതായത് കണ്ടോ, ക്രോസ് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയും. നമ്മൾ ഇങ്ങനെ പിടിച്ചൊന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇത്രയും നന്നായിട്ട് ഇതിങ്ങനെ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ പീസിൻ്റെ ഇത് നീളം, ഇത് വട്ടം, ഇത് നീളം, ഇത് ക്രോസ്. കണ്ടോ, നന്നായിട്ടിങ്ങനെ സ്ട്രെച്ചബിൾ ആവും. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ പീസ് കറക്റ്റായിട്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഞാനിതിപ്പോൾ ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പീസ് ലാഭിക്കാൻ പറ്റും. നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു നെക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ നമുക്ക് വേണ്ട. ഇപ്പോൾ ഇത് മെറ്റീരിയൽ കൂടുതലുണ്ട്. 1.25 മീറ്റർ ഉണ്ടായിരുന്നു ഈ പീസ്. അപ്പോൾ നമ്മളൊരു 1 മീറ്ററിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന അങ്ങനെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നോക്കിയിട്ട്, ഇതിപ്പോൾ ഇങ്ങനെ ബാക്ക് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് മേളിലോട്ട് കയറ്റിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഇത്രയും ഇങ്ങനെ അങ്ങ് പോകും. ഇവിടെയല്ലേ പീസ് ഇല്ലാത്ത, ഇതിപ്പോൾ ഈ പീസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ പോകുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ താഴെ വെച്ചിട്ട് വെട്ടിയെടുക്കുന്നതേ. അപ്പോൾ ഈ നെക്ക് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തുണി ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ക്രോസിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രോസിന് വെച്ച് കൊടുത്താലേ നമുക്ക് ആ ബ്ലൗസ് ഇടുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ.
പിന്നെ നമ്മൾ ക്രോസ് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ 38 അല്ലേ നമ്മളെടുത്ത്, നമുക്കൊരു റൗണ്ട് ഒരു 37 ഒക്കെ മതിയാവും. കാരണം ഇത് ക്രോസ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ചൊക്കെ നമുക്ക് കുറയ്ക്കാം. ചിലവർക്ക് ഒരു ഇഞ്ച്, ചിലവർക്ക് ഒരു 1.5 ഇഞ്ചൊക്കെ കുറച്ചാലും അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ, നമ്മുടെ നോർമൽ ബ്ലൗസിൻ്റെ അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വണ്ണം കുറച്ചാലും മതി. അപ്പോൾ ഇനി നമ്മളിതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ആം ഹോളും കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മുടെ നോർമൽ ബ്ലൗസിന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ തന്നെ കേട്ടോ. ആകെ ഒരു വ്യത്യാസം ഇപ്പോൾ ഇതിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തില്ല, നെക്ക് കട്ട് ചെയ്തില്ല, അത് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു വ്യത്യാസവും ഇതിലില്ല. ഞാനിപ്പോൾ എല്ലാം കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മളൊരു 3 ഇഞ്ച് ഫ്രണ്ടിലെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഇറക്കം ഒരു 5.25 മതി, 5.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതിങ്ങനെ ഒരു നെക്ക് അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മളിങ്ങനെ സ്ക്വയർ വരച്ചാലും മതിയേ. അപ്പോൾ ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആം ഹോള് നമുക്കൊന്ന് ഇറക്കി വെട്ടണം. നമ്മളിത് ആം ഹോള് ബാക്കിൻ്റെ ആണല്ലോ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് നമുക്കിങ്ങനെ താഴോട്ട് കുഴിച്ച് വെട്ടണം. ഇത്രയും മതി. ഇത്രയും നമ്മൾ കുഴിച്ച് വെട്ടിക്കളയണം. അപ്പോൾ അതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ, ഇതിപ്പോൾ ബാക്കിൻ്റെ ലെങ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ നേരെ ബ്ലൗസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നല്ല വശത്തുനിന്ന് പിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് നമ്മൾ ഈ ബ്ലൗസിനെ ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് നമ്മുടെ ഈ ഷോൾഡറിൽ നിന്ന് ഈ ഡാട്ടുണ്ടല്ലോ, നമ്മുടെ സെൻറ്റർ ഡാട്ട്, ഈ സെൻറ്റർ ഡാട്ട് കറക്റ്റായിട്ട് നിവർത്തി പിടിക്കാം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് നിവർത്തി പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഷോൾഡറിൽ നിന്ന് തയ്യൽ തുമ്പും കൂടി ഉൾപ്പെടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്റർ വരെ എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ സെൻറ്റർ വരെ 10 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ നിപ്പിൾ പോയിൻ്റാണ് ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അത് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് അളവ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 10 ഇഞ്ചിൽ നമുക്ക് നിപ്പിൾ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13.25 വന്നേക്കുന്നത്. കണ്ടോ, 13.25 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 13.25 മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ പിടിക്കുക കറക്റ്റായിട്ട്. 10 ഇഞ്ച് നോക്കുക. ആ 10 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിട്ട് കളയേണ്ട 13.25 നമുക്ക് കിട്ടിയേക്കുന്നത്. ആ 13.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഈ 13.25 നമുക്കിങ്ങനൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ 10 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെൻറ്റർ ഡാട്ടാണ്. ഇനി നമ്മുടെ നിപ്പിൾ ടു നിപ്പിൾ വരുന്നത് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്നാണ്, ഇപ്പോൾ നമുക്ക് ബ്ലൗസാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവരെ പിടിച്ച് നിർത്തി നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഈ സെൻറ്റർ ഡാട്ടിൻ്റെ ഈ സ്റ്റിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ, ഈ സെൻറ്റർ ഡാട്ടിൻ്റെ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് പിടിക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഈ സൈഡ് തന്നെ നോക്കിയെടുക്കാൻ നോക്കണേ. ഹുക്ക് വയ്ക്കുന്ന പോർഷൻ തന്നെ നോക്കിയെടുക്കാൻ നോക്കണം. ഈ സെൻറ്റർ ഡാട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഇവിടെ വരെ, ഇതിപ്പോൾ എത്രയാണ് വന്നേക്കുന്നത്, 3.25.1 വന്നേക്കുന്നത്. കണ്ടോ, 3.25.1 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ 3.25.1 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തതല്ലോ, ഇവിടെ നിന്നാണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു തയ്യൽ തുമ്പ് പോവുമല്ലോ, ഇത് അകത്തോട്ട് മടക്കി തയ്ക്കാൻ. ഈ ഒരു പീസ് നമ്മൾ അകത്തോട്ട് മടക്കി തയ്ക്കുമ്പോൾ അതും കൂടി ചേർത്ത് വേണം എടുക്കാം. അവിടെ ഒരു 4 ഇഞ്ച് കൊടുക്കണം. ഇത് അകത്തോട്ട് മടക്കി ഈ ഹുക്കിൻ്റെ പോയിൻ്റ് ഇത് അകത്തോട്ട് മടക്കി തയ്ക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു 4 ഇഞ്ച്
തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഡാട്ടിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 3.25.1 എടുത്തത്. 0.1 ഇട്ടേക്ക് 3.25. അപ്പോൾ ഇവിടുത്തെ 1/4 ഇഞ്ചും കൂടി ചേർത്തിട്ട് നമുക്ക് 4 കിട്ടുന്നത്. അപ്പം നമ്മൾ 4 ഇഞ്ച് ആ പോയിൻ്റ് ഒന്നും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 4.1 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ നമ്മൾ എടുത്തില്ലേ 10 എടുത്തില്ലേ, 10ൻ്റെ അവിടെ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഡാട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഡാട്ടിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഈ 10 മാർക്ക് ചെയ്തു, നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്തു, നിപ്പിൾ ടു നിപ്പിളിൻ്റെ അകലവും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ടിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തു. ഇനി ബാക്കി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഡാട്ട് അടിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഒരു 3.4 വരുന്നുണ്ട്. ഇതും അത്രയും തന്നെ ഉണ്ടാവും. കണ്ടോ, 3.4 നമുക്ക് കറക്റ്റായിട്ട് 3.4 ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഡാട്ടിൻ്റെ ലെങ്ത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഡാട്ടിന് ഇവിടെ 3.4 കറക്റ്റായിട്ട് നമ്മളിവിടെ 4.1 മാർക്ക് ചെയ്ത് അത് താഴെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ക്രോസ് ആയതുകൊണ്ട് നമ്മൾ നേരെ വരയ്ക്കുന്ന പോലെയല്ല, നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ നിന്നും കൂടിയൊക്കെ അളന്നൊക്കെ നോക്കിയിട്ടൊക്കെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട എന്താ, ഈ ഡാട്ടിൻ്റെ അകലം വേണം. അതാണല്ലോ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഡാട്ടിൻ്റെ അകലം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് പിടിക്കാം. ഈ ഡാട്ടിനെ, സെൻറ്റർ ഡാട്ടിനെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് പോകുന്നതുണ്ടോ, സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് പോകുന്നതുണ്ടോ, ആ സ്റ്റിച്ചിലോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് എത്രയാണെന്ന് ഇവിടെ നിന്ന് വെച്ച് നോക്കുക. 1.4 കണ്ടോ, 1.4 നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 1.4 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു സൈഡിൽ 1.4, ഇപ്പുറത്തെ സൈഡിലും 1.4 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മളിതിന് ഷേപ്പ് കൊടുക്കണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കരുത്, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്നുള്ളത് മാർക്ക് ചെയ്യണം, നമുക്ക് ഇവിടെ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ളത് മാർക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റിൽ നിന്ന് നമ്മളിങ്ങനെ ചരിച്ചിങ്ങനെ ആം ഹോളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് ഇതിങ്ങനെ ചരിഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ, ഇത് നേരെ ഒന്നും ആയി പോകരുത്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഈ ചരിച്ചിങ്ങനെ വെക്കുമ്പോൾ കേട്ടോ, അല്ലാതെ ഇങ്ങനെ ഒന്നും പിടിച്ച് മാർക്ക് ചെയ്യേണ്ട. ഇതിങ്ങനെ ചരിച്ചിങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 2 ഇഞ്ച് മുകളിലോട്ട്. കുറച്ചും കൂടി ഷാർപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 മാർക്ക് ചെയ്ത് ഞാൻ നല്ല ഷാർപ്പായിട്ടിരിക്കും നമ്മുടെ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച്, 2 സൈഡിലും ഓരോ 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്കിതിങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ, 1/4 ഇഞ്ച് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെയാണ് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൻറ്റർ ഡോട്ട് ഞാനിവിടെ ഇതൊരു 2.25 മാർക്ക് ചെയ്യുവാണ്. 2.25 മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഓരോ 1/4 ഇഞ്ച്, എന്നിട്ട് അതിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ 3 ഡാട്ടും ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കപ്പായിരിക്കും കേട്ടോ ഇത്. നിങ്ങൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കപ്പായിരിക്കും. ചുളിവോ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ ഈ ഡാട്ടിൻ്റെ ഇത് പറഞ്ഞത് ഞാൻ ആ ബ്ലൗസിൽ നിന്ന് കാണിച്ചതെന്ന് അളവെടുത്തതാണ്. അപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ വണ്ണമില്ലാത്ത ചെസ്റ്റൊക്കെ കുറവായിട്ടുള്ള ഒരാൾക്ക് എടുത്ത് 2 ഇഞ്ചും 2.5 ഇഞ്ചും ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഈ കപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ലൂസ് കിടക്കും.
ഭയങ്കരമായിട്ട് ലൂസ് കിടക്കും. അതായത് അത്രയും സൈസ് അല്ലല്ലോ അവർ. അപ്പം നമ്മളത് കൂടുതൽ എടുക്കുമ്പോൾ ഇവിടെ എക്സ്ട്രാ പീസ് കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഇത് എത്ര എടുക്കുന്നോ അതനുസരിച്ച് പീസ് അകത്തോട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെ തന്നെ എടുത്താൽ മതി. അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് അവർ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3 ഡാട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 4ാമത്തെ ഡാട്ട് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1, 2, 3 ഇവിടെയാണല്ലോ, അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ തന്നെ നോക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനും കൂടുതലൊന്നുമില്ല. ഓരോ 1/4 ഇഞ്ച് വെച്ച് 2 സൈഡിലും കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 4 ഡാട്ട് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള 4 ഡാട്ട് നമുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം. കാരണം നമ്മളിവിടെ ഡാട്ട് എല്ലാം മാർക്ക് ചെയ്തു. നമ്മൾ ഈ വണ്ണം മാർക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് എടുത്ത് നമ്മുടെ 38 സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്നത്. 38നെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത്. നമ്മുടെ ബാക്ക് പീസ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇപ്പോൾ അതിൽ നമ്മുടെ ഡാട്ട് ഇവിടെ കുറഞ്ഞു പോകും. നമ്മുടെ ഡാട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പീസ് കുറയും. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാട്ടിന് 1/2 ഇഞ്ചാണ് പോകുന്നത്. ഇവിടെ തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് നമ്മൾ അവിടെയും തയ്യൽ തുമ്പ് പോകും. മൊത്തത്തിൽ 3/4 ഇഞ്ച് പോകും. അപ്പം നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് വണ്ണം നമ്മൾ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ എത്രയായെന്ന് നമ്മളൊന്ന് അളന്ന് നോക്കുക. ഇതിപ്പോൾ 12 ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ താഴെ വരിക. അപ്പോൾ ഇവിടെ ഒരിച്ചിരി 12ന് കുറവുണ്ട്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുവാണേ 12 ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് പോകാനുള്ളത്. അപ്പോൾ എനിക്കത് 12 കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. കാണുന്നുണ്ടല്ലോ. അപ്പം ഞാനിവിടെ 12 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നേരെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിലോട്ട്. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ചരിച്ച് കണ്ടോ, 1.5 ഇഞ്ച് മതി. എത്ര ഇനി വണ്ണമുള്ളവർക്കാണെങ്കിലും അവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരെ ഈ 12ൻ്റെ ഇവിടെ വരിക, ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ 12 ഇവിടെ താഴെ മാർക്ക് ചെയ്തു. ഇവിടെ മേളിലോട്ട് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ പീസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഡാട്ടിൻ്റെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ കൂടി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ആം ഹോൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡാട്ടെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇതിപ്പോൾ ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 1.5 ഇഞ്ച് വരെ നമുക്കിതിങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ച് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 4 മുതൽ ഒരു 1 ഇഞ്ച് അത്രയൊക്കെ. കാരണം ആ മെറ്റീരിയൽ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കുമല്ലോ ലൈനിങ്ങും കൂടി ആവുമ്പോൾ. നമ്മൾ നോർമൽ 2x2 തുണിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആയിരിക്കും കേട്ടോ. അത് നന്നായിട്ട് വലിയും. നമുക്ക് അത്യാവശ്യം ഒരു 1.5 ഇഞ്ച് വരെയൊക്കെ നമ്മുടെ ഇത് കുറയ്ക്കാൻ പറ്റും, ആ ഫ്രണ്ട് പോർഷൻ. പ്രത്യേകിച്ച് വാഷും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വലിഞ്ഞു വരും. അപ്പോൾ ഒരിച്ചിരി നമ്മൾ ടൈറ്റായിട്ട് തയ്ക്കുകയാണെങ്കിൽ പോലും അതൊരു വാഷ് കഴിയുമ്പോൾ തന്നെ, ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി അവർക്ക് ഫ്ലെക്സിബിളായിട്ട് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വണ്ണം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാനേ. ഈ ക്രോസ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡാണ്. അതായത് ഈ ഒരു പോർഷൻ
ഇതാണ് എല്ലാവർക്കും ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇത് എടുക്കാനാണ് ഭയങ്കര ഡൗട്ട് വരുന്നത്. ഇത് എത്ര എടുക്കണം, ഇതെങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറൊരു നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാനുള്ളൊരു ടിപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. കുറച്ചും കൂടി എളുപ്പത്തിൽ, അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വേറൊരു രീതിയും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തത്. കണ്ടോ, കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനൊക്കെ ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ ബാക്ക് പോർഷൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തത്. ഇവിടെ വരെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ. നമ്മൾ ബാക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഒരു ചെറിയ പീസ് കുറവാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണമെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ ജസ്റ്റ് വരച്ച് വെച്ചേക്കാം. നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ വരച്ച് വെച്ച് ഇപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പീസിനെ നമുക്കങ്ങ് മാറ്റാം. ഇവിടെ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആ ഡാട്ട് മാർക്ക് ചെയ്ത്, സെൻറ്റർ ഡാട്ട് മാർക്ക് ചെയ്തത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അത് മാർക്ക് ചെയ്തെടുക്കണം. കാരണം അത് നമ്മൾ ഒരു സൈഡിലേക്ക് 1.25 കൊടുത്തത്. അപ്പോൾ 2 സൈഡും കൂടി ചേർന്നിട്ട് നമുക്ക് 2.5 വരും. കറക്റ്റ് 2.5 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഈ പീസിനെ ഇങ്ങനെ അങ്ങ് മടക്കുക. അതായത് ആ 1.25 ഞാൻ ഇവിടെ വെച്ചങ്ങ് മടക്കി കൊടുക്കുക. അകത്തോട്ട് ഞാൻ 1.25 നമ്മൾ ആ ഡാട്ട് മാർക്ക് ചെയ്യുന്ന പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ടുപിൻ കുത്തിയിട്ട് നമുക്കിതിനെ നിർത്താം. ഇതിപ്പോൾ ഈ തുണി ഇരിക്കുന്നുണ്ട്, എന്നാലും ഞാനൊരു മുട്ടുപിൻ എടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇത് നമ്മുടെ കറക്റ്റ് ആ നമ്മുടെ ബ്ലൗസിന് ഇത് കറക്റ്റ് ഇങ്ങനെ ഈ ഒരു ഡാട്ടും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ അവിടെ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാനായിട്ടുള്ളത് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഡാട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കേട്ടോ, പെർഫെക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഡാട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഉള്ള കട്ടിങ് പീസാണ് നമുക്ക് ഈ താഴെ ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മളിനി എക്സ്ട്രാ എന്താ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മുകളിൽ ഇതിനോട് അറ്റാച്ച് ചെയ്യണമല്ലോ. ഇവിടെ നമ്മൾ ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ ഒരു അറേഞ്ച് വേണം. ഇതിൻ്റെ താഴെ നമ്മളിത് ഒരു സൈഡിലുള്ള ബാൻഡ് എന്ന് പറയുന്നത് 3 പീസാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് താഴെ ഒരു അറേഞ്ച് വേണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 ഇഞ്ച് വേണം. അപ്പോൾ ഈ ലെങ്ത്ത് ഉണ്ടല്ലോ, നമ്മൾ ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് ആണല്ലോ എടുത്ത് വെച്ചേക്കുന്നത്, 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട്. ഞാനിതിപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്യുവാണേ. ഇതിപ്പോൾ 1 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് ബാൻഡാണ്. ഇതിൽ നമ്മളിനി വേറെ ഒന്നും ചെയ്യേണ്ട. ഇത്രയും സിമ്പിളായിട്ട് ബാൻഡ് അളന്നെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാൻഡാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതില്ലാത്തത് കൊണ്ടല്ല അത് കട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇത് ക്രോസാണ്. ക്രോസ് നമ്മൾ അടിച്ച് തിരിച്ചിട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊരു ചുളിവും വലിവും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബാൻഡ് എപ്പോഴും നമുക്ക് നല്ല നീളത്തിലുള്ള പീസ് തന്നെ വേണം നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിതിപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4.25 ഫ്രണ്ട് പോർഷനിലും 3.5 ബാക്ക് പോർഷനിലും. കണ്ടോ, നമുക്ക് എളുപ്പമായി. നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് 9 ഇഞ്ച് ബാൻഡിൻ്റെ നീളം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, 7.5 ആയിരുന്നു. 7.5യുടെ സീം അലവൻസ് 1.5 കൂടി ചേർത്തിട്ട് 9 ഇഞ്ച്. ആ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 9 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെയുള്ള പീസിലോട്ട് നമ്മുടെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ വരുന്നത് 4.25, ഇവിടെ വരുന്നത് 3.5, ഇത് വരുന്നത് 9 ലെങ്ത്ത് വരുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇവിടെ 4.5 ആയിരുന്നു എഴുതിയത്. അപ്പോൾ 4.25 ഫ്രണ്ട് പോർഷൻ വരുന്നത് 4.25, സൈഡിലെ പോർഷൻ വരുന്നത് 3.5, നമ്മുടെ ലെങ്ത്ത് വരുന്നത് 9. നമ്മളത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളിത് നീളത്തിലുള്ള ബ്ലൗസാണ്, നമ്മൾ നോർമൽ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമ്മളിനി വേറെ എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പീസ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പീസിലോട്ട് നമ്മൾ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ക്രോസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യാത്തത്. സ്ട്രെയിറ്റ് പീസ് ആയിരിക്കണം. നമ്മൾ ബാൻഡ് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് പീസ് തന്നെ ആയിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ബാൻഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതൊന്ന് വെച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. അതുപോലെ ഈ ഒരു പോർഷൻ വരുന്നുണ്ടോ, ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ച് പോകത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലൗസ് നല്ലപോലെ ഇരിക്കും കേട്ടോ. നമ്മളിതിങ്ങനെ വേണമെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അളവെടുത്തിട്ടല്ലേ ചെയ്തത്, അതേപോലെ തന്നെ ഇതിൻ്റെ അളവെടുക്കാം. ഇതൊരു 2.25 വരുന്നത്. ഞാനത് അളവെടുത്തിട്ടാണ് ഇത് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതേപോലെ അളവെടുത്തിട്ട് ഇവിടെ എത്രയിലാണ് 2.25 വരുന്നതെന്ന് ഇവിടെ നിന്ന് അളന്ന് നോക്കുക. എന്നിട്ട് നമ്മളിവിടെ നിന്ന് അതേപോലെ തന്നെ എത്രയിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആ 2.25 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ ഡൗട്ട് നിങ്ങൾക്കൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ബാൻഡ് എടുക്കാമെന്ന് 2 രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാൻഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യണമെന്നും എങ്ങനെയാണ് ഇടേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടി തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സൈസിലുള്ള ബ്ലൗസുകളോ ചുരിദാറുകളോ ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിച്ചാൽ മതി. ഞാനിത് ചെയ്യുന്നതായിരിക്കും. തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്ന 16 പാനൽ വരുന്ന ഒരു ചുരിദാറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിട്ട് പോകുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒന്നും വിട്ട് കളയുന്നതൊന്നുമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.